അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുഡ് ക്രോപ്സ് അതർ ദാൻ ഗ്രെയിൻസ്. ഓക്കെ, ഇപ്പൊ ഗ്രെയിൻസ് അല്ലാതെ മറ്റു ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഷുഗർ കെയിൻ. എന്താണ് നമുക്ക് ഷുഗർ കെയിൻ എന്നറിയാവോ? നോക്കാം. ഓക്കെ, that is a tropical as well as subtropical crop അല്ലെ. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണ് മക്കളെ? it is tropical as well as subtropical crop. ഓക്കെ, ഏത് കാലാവസ്ഥയിലാണ് ഷുഗർ കെയിൻ മെയിൻ ആയിട്ട് വളരാറുള്ളത്? ഇറ്റ് ഗ്രോസ് വെൽ ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് അത് വളരാറുള്ളത് അല്ലെ. വിത്ത് ടെമ്പറേച്ചർ ഓഫ് 21 degrees Celsius to 27 degrees Celsius and it has an annual rainfall. ഓക്കെ, ഇതിന് എത്ര മഴയും കൂടെ കറക്റ്റ് ഇതിൽ വേണം, 75 centimeter to 100 centimeter. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഗ്രോസ് ഇൻ hot and humid climate, and second, it needs a temperature of 21 degrees Celsius to 27 degrees Celsius, and it also needs an annual rainfall of between 75 centimeter and 100 centimeter. പിന്നെ എന്താണ്? ഇറിഗേഷൻ ഇസ് റിക്വയർഡ് ഇൻ ദ റീജിയൻസ് ഓഫ് ലോ റെയിൻഫോൾ. നമ്മൾ പറഞ്ഞു പല ക്രോപ്സിന്റെ കാര്യങ്ങളിലും ഇപ്പോ അത്ര മഴ കിട്ടാത്ത സ്ഥലങ്ങളിലും നമ്മൾ മോഡേൺ ടെക്നോളജി മെഷീൻസ് യൂസ് ചെയ്തിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യാറുമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതാണ് ഷുഗർ കെയിന്റെ പിക്ചർ. ഓക്കെ, പിന്നെ എന്ത് ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മൾ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യാറ് മക്കളെ? ഇറ്റ് ക്യാൻ ബി ഗ്രോൺ ഓൺ എ വെറൈറ്റി ഓഫ് സോയിൽ. പല ടൈപ്സ് ഓഫ് സോയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് നീഡ്സ് മാനുവൽ ലേബർ ഫ്രം സോയിങ് ടു ഹാർവെസ്റ്റ്. നമ്മളൊരു ചെറിയ കുട്ടികളെ നോക്കും പോലെ വളർത്തി വലുതാക്കും പോലെ ചെടികള് ഓരോ സ്റ്റേജസിൽ അതിനെ പരിപാലിക്കാൻ തൊഴിലാളികൾ വേണം അല്ലേ. ഓക്കെ, ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ? ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ഓൺലി ആഫ്റ്റർ ബ്രസീൽ. ബ്രസീൽ എന്ന രാജ്യം കഴിഞ്ഞാല് കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്ന ഏത് രാജ്യമാണ്? നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ ആണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഷുഗർ. ഇതിൽ എന്തൊക്കെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്? ഷുഗർ ഉണ്ട് അല്ലെ, അതുകൊണ്ടല്ലേ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഗർ, ജാഗരി ആൻഡ് കാൻസാരി ആൻഡ് മൊളാസസ്. ഓക്കെ, പല ടൈപ്സ് ഓഫ് സോഴ്സസ് ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലേ ഷുഗർ കെയിനിൽ. എന്തൊക്കെ ടൈപ്പ് ഓഫ് സോഴ്സസ് ആണ് മക്കളെ? ഫസ്റ്റ് വൺ ഷുഗർ, സെക്കൻഡ് വൺ ജാഗരി, ആൻഡ് തേർഡ് വൺ കാൻസാരി, ആൻഡ് ഫോർത്ത് വൺ മൊളാസസ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് മേജർ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഉത്തർപ്രദേശ് അല്ലെ. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? മഹാരാഷ്ട്ര, പിന്നെയോ കർണാടക, ആൻഡ് ഫോർത്ത് വൺ തമിഴ്നാടു, ആൻഡ് ഫിഫ്ത് വൺ ആന്ധ്രാപ്രദേശ്, ആൻഡ് സിക്സ്ത് വൺ തെലങ്കാന, സെവൻത് വൺ ബീഹാർ, എയ്ത്ത് വൺ പഞ്ചാബ്, ആൻഡ് നയൻത് വൺ ഹരിയാന. ഏതൊക്കെയാണ് മക്കളെ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഉത്തർപ്രദേശ് അല്ലെ, പിന്നെയോ സെക്കൻഡ് വൺ ഏതാണ്? മഹാരാഷ്ട്ര, ആൻഡ് തേർഡ് വൺ കർണാടക, ഫോർത്ത് വൺ തമിഴ്നാടു, ഫിഫ്ത് വൺ ആന്ധ്രാപ്രദേശ്, സിക്സ്ത് വൺ തെലങ്കാന, സെവൻത് വൺ ബീഹാർ, എയ്ത്ത് വൺ പഞ്ചാബ്, ആൻഡ് നയൻത് വൺ ഹരിയാന അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓയിൽ സീഡ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഓയിൽ സീഡ്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാലോ. അതില് നമ്മുടെ ഇന്ത്യന്റെ പൊസിഷൻ എന്താണ്? ഈ ഒരു ഓയിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2015 ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട് നട്ട് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. ചൈനയാണ് ഫസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് നമ്മൾ ഇന്ത്യക്കാണ്. ഓക്കെ, 2015 കണക്കെടുപ്പ് നോക്കിയപ്പോ. ഓക്കെ, ആൻഡ് ഇൻ റാപ് സീഡ് പ്രൊഡക്ഷൻ, ഇതിൽ ഓയിൽ സീഡിൽ ഒരു ടൈപ്പ് ഓഫ് സീഡ് ആണ് റാപ് സീഡ്. അതിൽ നമ്മുടെ ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ആഫ്റ്റർ കാനഡ ആൻഡ് ചൈന. കഴിഞ്ഞിട്ട് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റാപ് സീഡ് എന്ന് പറയുന്ന ഏത് കൺട്രിയാണ്? നമ്മുടെ ഇന്ത്യ ആണ് അല്ലെ. ഓക്കെ, ഡിഫറെന്റ് ഓയിൽ സീഡ്സ് ആർ ഗ്രോയിങ്, covering
approximately 12% of total cropped area of the country. നമ്മൾ പല ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് പല ലാൻഡ്സിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. 12% ഓഫ് ടോട്ടൽ ക്രോപ്ഡ് ഏരിയയില് പല ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതാണ് പല ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് ഉണ്ട്. സോയാബീൻ, ഓക്കെ, വാൾനട്ട്, സീസെയിം സീഡ്, സൺഫ്ലവർ, okay, peanut, castor, mustard seed, grapes, okay, cotton seed, safflower, flax seed, okay, rubber seed, cockleburr, okay, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മെയിൻ ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് ഇൻ ഇന്ത്യ എന്ന് നോക്കിയാലോ? ഇന്ത്യയിൽ പല ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ് വ്യത്യസ്ത ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് എന്ന് നമുക്ക് നോക്കിയാലോ? ഇറ്റ് ഈസ് okay, it is first one groundnut. First one groundnut is one of the main oil seed. Second one mustard. Third one idana coconut. Fourth one sesame, and fifth one, fourth one aanu sesame. Okay, fourth one sesame, and fifth one idana makkale soybean aanu alle. What about sixth one? It is castor seeds aanu sixth one aayittu varuna main oil seeds ennu parayunnathu. What about seventh one? Seventh main types of soil seed ennu parayunnathu cotton seed aanu. Eighth one, it is linseed. Ninth one, sunflower seed. ഇതൊക്കെയാണ് മെയിൻ ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മെയിൻ ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ്? ഇറ്റ് ഈസ് ഗ്രൗണ്ട്നട്ട്, മസ്റ്റർഡ്, coconut, sesame, soybean, castor seeds, cotton seeds, linseed and sunflower. Okay, ഇതൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യാണ്ട്? കുക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ഇതുണ്ട്. എന്തൊക്കെയാ? മോസ്റ്റ് ഓഫ് ദിസ് ആർ എഡിബിൾ ആൻഡ് യൂസ്ഡ് ആസ് കുക്കിംഗ് മീഡിയംസ് ആയിട്ട് യൂസ് ചെയ്യാറുമുണ്ട് അല്ലെ. സം ഓഫ് ദിസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ അല്ലെ. എന്ന് വെച്ചാൽ സോപ്പിന്റെ പ്രൊഡക്ഷൻ, കോസ്മെറ്റിക്സിന്റെ, ഓയിൽമെന്റ്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഈ ഓയിൽ സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ഈ പോയിന്റിൽ പറയുന്ന ഇത് യൂസസ് ഓഫ് ഓയിൽ സീഡ്സ് ആണ്. യൂസസ് ഓഫ് ഓയിൽ സീഡ്സ് ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഏതൊക്കെയാണ്, എന്തൊക്കെ ഇതിനാണ് ഓയിൽ സീഡ്സ് യൂസ് ചെയ്യാറുള്ളത് മക്കളെ? ഇറ്റ് ഓൾസോ യൂസ്ഡ് ആസ് കുക്കിംഗ് മീഡിയം. പിന്നെയോ ഇറ്റ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്, കോസ്മെറ്റിക്സ് ആൻഡ് ഓയിൽമെന്റ്സ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് വൺ ഓഫ് ദി മേജർ ഓയിൽ സീഡ്, ഗ്രൗണ്ട്നട്ട്. ഗ്രൗണ്ട്നട്ട് എന്ന് പറയുന്നത് ഏത് സീസണിലുള്ള ക്രോപ്പാണ്? ഇറ്റ് ഇസ് എ ഖാരിഫ് ക്രോപ്പ്. ഓക്കെ, ഇറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് ഹാഫ് ഓഫ് ദി മേജർ ഓയിൽ സീഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് മേജർ ഓയിൽ സീഡ് ആണ്. ഓക്കെ, ഈ ഗ്രൗണ്ട്നട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാ മക്കളെ? ഇറ്റ് ഇസ് ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്ത് വാസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട്നട്ട്, followed by Rajasthan and Tamil Nadu in 2015-16. ഗുജറാത്തിലാണ് കൂടുതൽ ഗ്രൗണ്ട്നട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജസ്ഥാനും തമിഴ്നാടും. ഓക്കെ, ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ഓയിൽ സീഡ്സ്, ടൈപ്സ് ഓഫ് ഓയിൽ സീഡ്സ് ആണ് ഏതൊക്കെ മക്കളെ? ഇറ്റ് ഈസ് linseed and mustard. അതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സീസണിലാണ് ഈ ക്രോപ്സ് വളരുന്നത്? ഇറ്റ് ഇസ് ഇൻ റാബി സീസണിലുള്ള റാബി ക്രോപ്സ് ആണ്. ഏതൊക്കെ മക്കളെ? linseed and mustard. ഓക്കെ, പിന്നെയുള്ള ഒരു സീഡാണ് സീസം. ഇറ്റ് ഈസ് എ ഖാരിഫ് ക്രോപ്പ് ആണ്. എന്ത്? സീസം. ആൻഡ് linseed and mustard എന്ന് പറയുന്ന റാബി ക്രോപ്സ് ആണ്. സീസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്. വളരുന്നത് ഏത് സൈഡ് ഓഫ് റീജിയൻസിലാണ് ഇന്ത്യയിലെ? ഇറ്റ് ഈസ് ഇൻ നോർത്ത് ആൻഡ് റാബി ക്രോപ്പ് ഇറ്റ് ഈസ് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓയിൽ സീഡ് ആണ് എന്ത്? കാസ്റ്റർ സീഡ്. ഇറ്റ് ഈസ് ഗ്രോൺ ബോത്ത് ആസ് എ റാബി. സീസം എന്ന് പറയുന്ന ഖാരിഫ് ക്രോപ്പുമാണ്, റാബി ക്രോപ്പുമാണ്. വളരുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ കാസ്റ്റർ സീഡ് ഈസ് ഓൾസോ എ റാബി ക്രോപ്പ് ആൻഡ് ഖാരിഫ് ക്രോപ്പ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാ ടൈമിലും അത്യാവശ്യമായി വേണ്ടിയിട്ടുള്ള ടീ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഇതൊക്കെ ടീ
എന്ന് പറയുന്ന കോഫി ഒക്കെ എന്താണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആണ് അല്ലെ. കുറെ എസ്റ്റേറ്റ് നമ്മൾ വാങ്ങിയിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റേഷൻ, അവിടെയാണ് നമ്മൾ ടീ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ മൂന്നാർ വയനാട്ടിലൊക്കെ പോയാൽ ഇങ്ങനെ കുറെ എസ്റ്റേറ്റ് കാണാം ടീ അല്ലെ. തേയില തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ കൂടുതലായിട്ട് മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ടൂറൊക്കെ പോകുമ്പോ. ടീ കൾട്ടിവേഷൻ ഇസ് an example of plantation agriculture. പ്ലാന്റേഷൻ അഗ്രികൾച്ചറിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് എന്ത് മക്കളെ? ടീ കൾട്ടിവേഷൻ. ഓക്കെ, it is also an important beverage crop introduced in India initially by the British. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആയിരുന്നു. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ബീവറേജ് ക്രോപ്പ് ദാറ്റ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്. ഓക്കെ, ടുഡേ മോസ്റ്റ് ഓഫ് ദ ടീ പ്ലാന്റേഷൻ ആർ ഓൺഡ് ബൈ ഇന്ത്യൻസ്. ഇന്നോ പല ടീ പ്ലാന്റേഷൻസും ഓൺ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ്, ഇന്ത്യൻ പൗരന്മാര് തന്നെയാണ് എന്നാണ് പറയുന്നത്. പണ്ട് ഈ ടീ പ്ലാന്റേഷൻ ഐഡിയ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്, അന്ന് അവർ തന്നെയായിരുന്നു ഓൺ ചെയ്തത്. പക്ഷെ ഇപ്പോ ഇന്ത്യൻസ് തന്നെയാണ് പ്ലാന്റേഷൻസ് ഒക്കെ നോക്കി നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ടീ കൾട്ടിവേഷന്റെ ഒരു പിക്ചറൈസേഷൻ. ഓക്കെ ഓക്കെ ഏതൊക്കെ ക്ലൈമറ്റ് കണ്ടീഷനിലാണ് ടീ കൾട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. ദ ടീ പ്ലാന്റ് ഗ്രോസ് വെൽ ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ടീ പ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് എൻഡോർഡ് വിത്ത് ഡീപ് ആൻഡ് ഫെർട്ടൈൽ വെൽ ഡ്രെയിൻ സോയിൽ ഇസ് നെസസറി ആൻഡ് റിച്ച് ഇൻ ഹ്യൂമസ് ഓർഗാനിക് മാറ്റർ ഉള്ള അങ്ങനെയുള്ള സോയിലാണ് എന്ത് വളരുന്നത്? ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റ്സ് ഗ്രോ വെൽ അല്ലേ. ഇറ്റ് ഈസ് ഇൻ ദ tropical and subtropical climate is necessary for the cultivation. Also deep and fertile well drained soil is necessary, and rich in humus content is necessary. Organic matter is necessary for the cultivation of tea. Pinneyo. Okay, and next point, tea bushes require warm and moist frost free ലിമിറ്റ് ഓൾ ത്രൂ ദ ഇയർ. അതുപോലെ തന്നെ ടീ ബുഷസ് അല്ലെ, തേയില തോട്ടങ്ങൾ കുറെ ബുഷസ് കാണാറില്ലേ, അതിനൊക്കെ എന്ത് വേണം? വാം ആൻഡ് മോയിസ്റ്റ് ഫ്രോസ്റ്റ് ഫ്രീ ലിമിറ്റ് ഇസ് നെസസറി ത്രൂ ഔട്ട് ദി ഇയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫ്രീക്വന്റ് ഷവേഴ്സ്, എപ്പോഴും മഴ പെയ്യുമ്പോൾ അത് എന്തിന് ആക്കം കൂട്ടുന്ന പറയുന്നത്? ഇറ്റ് എൻഷ്യൂർ ദ കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് ദ ടീ ലീവ്സ്, ടെൻഡർ ലീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീ പ്ലാന്റ്സിന് എന്തൊക്കെയാണ് മെയിൻലി വേണ്ടതെന്ന് പറയുന്നത്? ഇറ്റ് നീഡ്സ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. It is also needed deep and fertile well drained soil and rich in humus content. Okay, പിന്നെ ഇപ്പൊ ടീ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്റൻസീവ് ഫാമിംഗ് ആണ് പണ്ട് മുതലേ മൂന്നാർ വയനാട് റീജിയൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റേഷൻ ആണ്. ഓക്കെ, കുറെ തൊഴിലാളികൾ വേണം. ഓക്കെ, ഇറ്റ് റിക്വയർസ് abundant, cheap and skilled laborers is necessary. Number of workers is necessary for the plantation of tea. Okay, tea is processed within the tea garden. Tea garden അടുത്ത് തന്നെ ഉണ്ടാവും, അതിന്റെ ടീ ഫാക്ടറി ഉണ്ടാവും, അവിടെയാണ് അതിന്റെ പ്രോസസിംഗ് ഒക്കെ നടക്കാറ്. To restore it, in order to restore its freshness. Okay, അപ്പോ ഏതൊക്കെയാണ് മേജർ ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ആസാം, second one it is the hills of Darjeeling, and third one it is Jalpaiguri district, and West Bengal it is okay, West Bengal, fourth one, fifth one Tamil Nadu, and sixth one Kerala. അല്ലെ, മേജർ ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ മക്കളെ? ഫസ്റ്റ് വൺ ആസാം, സെക്കൻഡ് വൺ ഹിൽസ് ഓഫ് ഡാർജിലിംഗ്, ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് ജാൽപായ്ഗുരി ഡിസ്ട്രിക്ട്, ആൻഡ് ഫോർത്ത് വൺ വെസ്റ്റ് ബംഗാൾ, സിക്സ്ത് വൺ തമിഴ്നാടു, ആൻഡ് സെവൻത് വൺ കേരള. ഓക്കെ ഓക്കെ, ഇത് ഈ ഒരു സ്റ്റേറ്റ് കൂടാതെ വേറെ സ്റ്റേറ്റിലൊക്കെ ചെറുതായിട്ട് ടീ പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? It is Himachal Pradesh, Uttarakhand, Meghalaya, Andhra Pradesh, Tripura are also tea producing states in the country. ഇത് കൂടാതെ മറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, ത്രിപുര അല്ലെ, ത്രിപുര ഇത്ര സ്റ്റേറ്റ്സ് ആണ് ടീ പ്രൊഡ്യൂസിംഗ് states. Okay, in our country
In 2015, India was the second largest producer of tea after China. China first position, nammalana second largest producer of tea. It is in the census of 2015. Okay. അപ്പൊ നമ്മൾ ടീ പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് മക്കളെ? ഇറ്റ് ഈസ് കോഫി കുറിച്ചാണ്. കോഫി പ്ലാന്റേഷൻ. ഇന്ത്യൻ കോഫി ഇസ് നോൺ ഇൻ ദ വേൾഡ് ഫോർ ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി അല്ലെ. ഇന്ത്യൻ കോഫി അറിയപ്പെടുന്ന അതിന്റെ ക്വാളിറ്റി, അത്രയും മൂല്യമാണ് അതിന്, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് കോഫി പ്രൊഡക്ട്സ് ഇന്ത്യയിലുള്ള. It is the Arabica variety initially brought from Yemen is produced in the country. ഒരു അറബി വെറൈറ്റി ആയിട്ടുള്ള കോഫിയാണ് യമൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, this variety is in great demand all over the world. അറേബിക്ക വെറൈറ്റിയിലുള്ള യമൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്ത കോഫിയാണ് ഇപ്പൊ നല്ല രീതിയിൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, അത്രയും demand ഉള്ളത്. And its cultivation was introduced on the Baba Budan hills, and even today its cultivation is confined to Nilagiri. അല്ലെ, ഇപ്പോ കോഫി കൾട്ടിവേഷൻ എവിടൊക്കെ നടക്കുന്നത്? ഇറ്റ് ഇസ് ബാബ ബുഡാൻ ഹിൽസിലും നീലഗിരി ഇൻ കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. ഓക്കെ, കോഫിന്റെ ഏത് വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ പ്ലാന്റേഷൻ നടക്കുന്നത്? ഇറ്റ് ഈസ് വി ഹാവ് ബ്രോട്ട് ദ അറേബിക്ക വെറൈറ്റി വി ഹാവ് ബ്രോട്ട് ഫ്രം യമൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി. ദിസ് വെറൈറ്റി ഇസ് ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ ദ കൺട്രി. ഈ ഒരു കോഫി കൾട്ടിവേഷൻ കൂടുതൽ നടക്കുന്നത് ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ ബാബ ബുഡാൻ ഹിൽസ് ആൻഡ് ഇൻ നീലഗിരി ഇൻ കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. ഓക്കെ, ഇനി ഇതാണ് കോഫി. ആദ്യം അത് ഇങ്ങനെ ഒരു റെഡ് കളർ ആയിരിക്കും അതിൻ്റെത്, പിന്നെ അത് ബ്രൗണിഷ് കളർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനെ കുറിച്ചാണ്. എന്താണ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിൽ എന്തൊക്കെയാണ് മക്കളെ ഉൾപ്പെടുക? In 2015 basis census, India was the second largest producer of fruits and vegetables in the world after China. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് the second largest producer of horticulture crops like fruits and vegetables. And India is a producer of tropical as well as temperate fruits. അല്ലെ, India is very famous for its tropical and temperate fruits. Okay, ഇതാണ് പല ടൈപ്സ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് ഏതൊക്കെ ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ നോക്കിക്കേ, മാംഗോസ് കൂടുതലായി വരുന്ന ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? മാംഗോസ് ഫ്രം മഹാരാഷ്ട്ര. ഫസ്റ്റ് വൺ. ഓക്കെ, അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല മാംഗോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എ. ഓക്കെ, അതുപോലെ തന്നെ ബി, മാംഗോസ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന ആൻഡ് ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. പിന്നെ ഓറഞ്ചസ് ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ ഓറഞ്ചസ് ഓഫ് നാഗ്പൂർ ആൻഡ് ചിറാപൂഞ്ചി, മേഘാലയ. ഓക്കെ, ബനാനാസോ ഇറ്റ് ഈസ് തേർഡ് A, it is Kerala, Mizoram, Maharashtra, Tamil Nadu, Lychee, പിന്നെ അതുപോലെ ഗൈവ, പേരക്ക എവിടെ നിന്നൊക്കെയാണ്? ഉത്തർപ്രദേശ്. ഗൈവ ഇറ്റ് ഇസ് ഫോർത്ത് എ. ഗൈവ ഇറ്റ് ഇസ് ഇൻ ഉത്തർപ്രദേശ്, ബീഹാർ. പിന്നെ പൈനാപ്പിൾസ് ഏതൊക്കെ സ്റ്റേറ്റ് മക്കളെ? ഇറ്റ് ഇസ് ഫിഫ്ത്. പൈനാപ്പിൾ ഇറ്റ് ഇസ് ഇൻ മേഘാലയ. ഓക്കെ, മേഘാലയ എന്നാണ് പൈനാപ്പിൾസ്. ഓക്കെ, പിന്നെ ഗ്രേപ്സ് ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് മെയിൻലി ആന്ധ്രാപ്രദേശ്. ഫിഫ്ത് തെലങ്കാന. ഫിഫ്ത് അല്ല സിക്സ്ത് തെലങ്കാന ആൻഡ് മഹാരാഷ്ട്ര. പിന്നെ ആപ്പിൾസോ? ആപ്പിൾസ്, പിയേഴ്സ്, ആപ്രിക്കോട്ട്സ് ആൻഡ് വാൾനട്ട്സ് ഇറ്റ് ഇസ് ഓഫ് ജമ്മു കാശ്മീർ ആണ് കൂടുതൽ. ഹിമാചൽ പ്രദേശിലും ഇതൊക്കെ ഉണ്ട്, ആപ്പിൾസും പിയേഴ്സ് ആൻഡ് ആപ്രിക്കോട്ട്സ്, വാൾനട്ട്സ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ടീ, കോഫി, അതിനെ കുറിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് അതിനെ സമ്മപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പൊ മക്കൾക്ക് പെട്ടെന്ന് എന്താവും, ഈസി ആവും. ഓക്കെ, അപ്പൊ ഫുഡ് ക്രോപ്സ് അതർ ദാൻ ഗ്രെയിൻസ്. അപ്പൊ ഷുഗർ കെയിനെ കുറിച്ചാണ് പറഞ്ഞത്. ഷുഗർ കെയിൻ കൾട്ടിവേഷന് മെയിൻലി എന്ത് കാലാവസ്ഥയാണ് വേണ്ടത്? ഇറ്റ് നീഡ്സ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് വിത്ത് ടെമ്പറേച്ചർ ഓഫ് 21 degrees Celsius to 27 degrees Celsius, and it also needed an annual rainfall between 75 centimeter and 100 centimeter, and irrigation is required in the regions of low rainfall. Okay, പിന്നെ ഷുഗർ കെയിൻ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഷുഗർ കെയിനിൽ എന്തൊക്കെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്? മെയിൻലി ഷുഗർ, ജാഗ്രി, കാൻസാരി സ്പെല്ലിംഗ് എന്താണ്? KHANDSARI, ആൻഡ് മൊളൈസസ് ഇറ്റ് ഈസ് MOLASSES. ഓക്കെ, പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സ്, നമ്മുടെ കൺട്രിയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൻലി ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, പഞ്ചാബ് ആൻഡ് ഹരിയാന. ഓക്കെ, പിന്നെ ഓയിൽ സീഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഓയിൽ സീഡ്സിന്റെ പ്രൊഡക്ഷനിൽ ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട് നട്ട്. ഓക്കെ, ഡിഫറെന്റ് ഓയിൽ സീഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇതൊക്കെയാണ് ഡിഫറെന്റ് ഓയിൽ ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഗ്രൗണ്ട് നട്ട്, മസ്റ്റേർഡ്, കോക്കനട്ട്, സീസം, soybean, castor seeds, cotton seeds, linseed and sunflower. Okay, and groundnut എന്ന് പറയുന്ന ഒരു കാരിഫ് ക്രോപ്പ് ആണെന്ന് പറഞ്ഞു. ഗ്രൗണ്ട്നട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുജറാത്തിലാണ്, പിന്നെ രാജസ്ഥാൻ, തമിഴ്നാടു. ഓക്കെ, പിന്നെ ലിൻസീഡ് ആൻഡ് മസ്റ്റേർഡ് റാബി ക്രോപ്സ് ആണ്. സീസമം ഒരു കാരിഫ് ക്രോപ്പും റാബി ക്രോപ്പും ആണ്. വാട്ട് അബൌട്ട് കാസ്റ്റർ സീഡ്? ഇറ്റ് ഈസ് ഗ്രോൺ ബോത്ത് ആസ് റാബി ആൻഡ് കാരിഫ് ക്രോപ്സ്. പിന്നെ നമ്മൾ ടീ കൾട്ടിവേഷനെ കുറിച്ച്. ടീ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് അഗ്രികൾച്ചർ? പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. ഓക്കെ, ടീ എന്ന് പറയുന്ന പ്ലാന്റേഷന്റെ ഇത് കോൺസെപ്റ്റ് കൊണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു, പക്ഷെ ഇപ്പോ കുറെ ലാൻഡ്സ് ഇന്ത്യൻസ് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടീ പ്ലാന്റേഷന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോയിലിന് വേണ്ടത്? ഇറ്റ് നീഡ്സ് ഡീപ്പ് ആൻഡ് ഫെർട്ടൈൽ വെൽ ഡ്രെയിൻ സോയിൽ, റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടന്റ് ആൻഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, പിന്നെ മേജർ ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, കേരള, മേഘാലയ, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് മക്കൾ നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കോഫി. കോഫി എന്ന് പറയുന്നത് എന്ത് വെറൈറ്റി ഓഫ് കോഫിക്കാണ് ഇവിടെ മെയിൻലി ഒരു പ്രോമിനൻസ് ഉള്ളത്? ഇറ്റ് ഇസ് ദ അറേബിക്ക വെറൈറ്റി. ഇനീഷ്യലി ഇറ്റ് ഇസ് ബ്രോട്ട് ഫ്രം വേർ? ഇറ്റ് ഇസ് യമൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി, ആൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ ഇസ് മെയിൻലി ഓൺ ബാബ ബുഡാൻ ഹിൽസ്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഇൻ നീലഗിരി ഇൻ കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. ഓക്കെ, പിന്നെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ഓൾസോ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് among other states. Mangoes were produced in Maharashtra, Andhra Pradesh, Telangana, Uttar Pradesh and West Bengal എന്ന് നോട്ട് ഡൗൺ ചെയ്യുക. Oranges, it is mainly in Nagpur and Cherrapunchi, and bananas, it is Kerala, Mizoram, Maharashtra, Tamil Nadu, and Gaiva, it is in Uttar Pradesh and Bihar. Pineapples in Meghalaya, grapes in Andhra Pradesh, Telangana, Maharashtra, and apples, pears, apricot and walnuts were produced in Jammu and Kashmir. Okay, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സിമ്പിൾ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദ നോൺ ഫുഡ് ക്രോപ്സ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? ഫുഡ് ക്രോപ്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, ഇറ്റ് ഇസ് നോൺ ഫുഡ് ക്രോപ്സ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. താങ്ക് യു.